ക്യാമറയുടെ പല ആംഗിളിൽ കൂടെ എടുക്കുമ്പോൾ പലർക്കും ഓന്തായിട്ടും പല്ലിയായിട്ടും അഹണയായിട്ടും ഒക്കെ തോന്നാറുണ്ട്. സ്വാഭാവികം. അതൊക്കെ എങ്ങനെയാ നമുക്ക് കാണുന്നത്? അത്തരത്തിലുള്ള കമന്റ് പറയുന്നതിനോടൊക്കെ എന്താ പറയാനുള്ളത്? അസൂയ. ഞാൻ നേരിട്ട് നല്ല സുന്ദരിയാണ്. 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കോൺഫിഡന്റ് ഉണ്ട്. എന്നെ നേരിട്ട് കാണുന്നവർക്കും അവർക്കറിയാം ഞാൻ സുന്ദരിയാണ്. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? ഇന്ന് എനിക്ക് 10-33 വയസ്സായി. എങ്കിൽ പോലും ഇപ്പൊ ചേച്ചി 33 വയസ്സാണെങ്കിലും 17കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, 18കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ഗോഡ്സ് ഗ്രേസ്. അതായത് നമ്മുടെ ബോഡിക്ക് എന്തും ചേരും. ഡ്രസ് ആണെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു? വിഷമം തോന്നരുത്, വളരെ മോശമായിരുന്നു. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? ചോദിക്കേ. അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, ആലോചിക്കാൻ സമയം വേണോ? രേണു സുധി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു, ഡൈവോഴ്സ് ചെയ്തിട്ടാണ്. ജനങ്ങളിലേക്ക് എത്തിക്കാം, ജനങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം എന്താ പറയാ, ഇപ്പം അക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. സുധിച്ചേട്ടന് മുന്നിലുള്ള ലൈഫ് എന്താ പറയാ, ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സുധിച്ചേട്ടനും അറിയാൻ വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ്. സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? ഇപ്പം എന്താ പറയാ, ഇപ്പം സോ എനിക്ക് അങ്ങനെ ഒരു ആരോപണങ്ങളെയൊക്കെ എനിക്കിപ്പോ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ടൊരു ഉത്തരം എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ് ഇല്ല. തീരുമാനത്തിൽ മാറ്റില്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുചേട്ടനെയാണ്. മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അതിന് അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു തുറന്ന കോടതിയാ ജെഫിൻ. ഇന്ന് ഇവിടെ ആർക്കും ഒന്നും ഒളിക്കാൻ പറ്റൂല. സമ്മതിച്ചു കൊടുത്തേക്ക്. പിന്നെ ഇയാളാണല്ലോ കോടതി അല്ലേ സാറേ? പല്ലിടിച്ച് അണ്ണാക്കിലേക്ക് കിണിക്കാത്ത കാര്യം പറയണേക്ക. അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. ശരിക്കും കാരണം അത് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. വ്യക്തമായ കാരണം എനിക്ക് പറയാൻ കാരണങ്ങളില്ല. ഇനി ഒന്നും ഞാൻ പറയേ. അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ. അത് ഉത്തരവായിട്ടില്ല. അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല. ഉണ്ടാവാം, ഉണ്ടാതിരിക്കും. പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. അക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി.